വർഷങ്ങൾ പഴക്കമുള്ള ഒരു പുസ്തകശാലയിലേക്കാണ് നമ്മൾ ഇനി യാത്ര ചെയ്യുന്നത്. ഡൽഹിയിലെ കാൻ മാർക്കറ്റിലുള്ള ഭാഗിരിചന്ദ് പുസ്തകശാലയാണ് ഞാൻ ഈ പറയുന്നത്. 1951 ആരംഭിച്ച ഈ പുസ്തകശാല സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്നു. ബൊഗെയിൻ വില്ലകൾക്കും മണി പ്ലാന്റുകൾക്കുമിടയിൽ ഒരു ആഡംബരവുമില്ലാത്ത കൊച്ചു പുസ്തകശാല. രാജ്യത്തിനകത്തും പുറത്തും പ്രശസ്തമായ ഫക്കീർചന്ദ് പുസ്തകശാല പഴമയുടെ ഈറ്റില്ലം കൂടിയാണ്. അകത്തേക്ക് കയറിയാൽ കാണുന്നത് പുസ്തകങ്ങളുടെ ഒരു കൂമ്പാരം. പാകിസ്ഥാനിലെ പെഷവാറിൽ 1931 ഫക്കീർചന്ദ് ആദ്യ പുസ്തകശാല ആരംഭിച്ചിരുന്നു. ഇന്ത്യ വിഭജനത്തിനു ശേഷം ഡൽഹിയിലേക്ക് കുടിയേറി. അങ്ങനെയാണ് ഫക്കീർചന്ദ് ഖാൻ മാർക്കറ്റിൽ 1951 പുസ്തകശാല തുടങ്ങുന്നത്. ഫക്കീർചന്ദിൻ്റെ 4ാം തലമുറയിൽപ്പെട്ട അഭിഷേകിൻ്റെ വിശേഷങ്ങളിലും ആ ഓർമ്മകൾ ഇടം പിടിക്കുന്നുണ്ട്. Very historic bookshop. It's been here since 1951 and through the generations many things have changed, but our shop is still the same, the old look and the old world charm, so everybody likes that. One thing which cannot be created, like you can create new look anytime, but how can you create old look? It comes through years, so that's the reason people like our bookshop. So old world charm, bureaucrats, businessmen, students, every kind of customer. How many books? No idea. I have no idea. പുസ്തക കൂമ്പാരത്തിനിടയിൽ വിഭജനത്തിൻ്റെയും പലായനത്തിൻ്റെയും വേദനിപ്പിക്കുന്ന ഓർമ്മകളുമുണ്ട്. പുസ്തകം വാങ്ങാനെത്തുന്ന വായനക്കാരും പുസ്തകശാലയുടെ സവിശേഷതകളിൽ വാചാലരാണ്. बुक बड़ा भी लगा, किताब भी अच्छे मिल रहे हैं. मेरे हिसाब से यहाँ अच्छे बुक ही मिल रहा है. अच्छा ही है, बुक सब तो बड़ी बुक रह रहा है, तो मैं चूज कर रहा हूँ, तो मेरे हिसाब से ये एक ज्ञान का भंडारी जैसा लग रहा है. ഖാൻ മാർക്കറ്റിലെ മറ്റു കടകൾ ആഡംബരത്തോടൊപ്പം സഞ്ചരിച്ചപ്പോഴും ഈ പുസ്തകശാല മാത്രം അന്നും ഇന്നും അതേ പഴമയിൽ തുടരുന്നു. ഈ പഴമയെ അത്രയേറെ ഇഷ്ടപ്പെടുന്നുവെന്നാണ് വായനക്കാരുടെ അഭിപ്രായം. ഡൽഹി നഗരത്തിൽ എവിടെ തിരിഞ്ഞാലും ആധുനികവൽക്കരണം സ്പർശിക്കാത്ത ഒരിടമില്ല. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഫക്കീർചന്ദ് ബുക്ക് സ്റ്റോൾ. പുരാതന കാലത്തിൻ്റെ അടയാളങ്ങൾ ഇന്നും കാത്തു സൂക്ഷിക്കുകയാണ് ഈ പുസ്തകശാല. ക്യാമറമാൻ ജിജീന്ദ്രനോടൊപ്പം ആർ അച്യുതൻ, 24 ഡൽഹി.